5%. 500 × 25/100 ചെയ്താൽ എന്ത് കിട്ടും? 500ന്റെ 25% കിട്ടും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചു. ഇനി ഒരു സംഖ്യ ഇത്ര ശതമാനം കൂടി വിചാരിക്കുക. അല്ല, ഒരു സംഖ്യ ജസ്റ്റ് കൂടി. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം 100 രൂപയാണ് കിട്ടിയത്. ഇപ്പൊ എനിക്ക് കിട്ടുന്നത് 125 ആണ്. അപ്പൊ എനിക്ക് എത്ര ശതമാനം വർധനവുണ്ടായി എന്ന് കാണാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കും. എന്തെങ്കിലും ഒരു കാര്യം കേട്ടോ, എത്ര ശതമാനം വർധനവുണ്ടായി. ഇപ്പൊ ചിലപ്പോൾ എന്താ ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഒരു വാർഷിക വരുമാനം അല്ലെങ്കിൽ വർഷത്തിലുള്ള എന്തെങ്കിലും ബഡ്ജറ്റ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ. ഒരു നമ്പർ വേറെ നമ്പർ ആയിക്കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനത്തിന്റെ വർധനവുണ്ടായി. അല്ല, അന്നേരം തിരിച്ചു പറയാം. ചിലപ്പോൾ കുറയാ ചെയ്യാം. അപ്പൊ എത്ര ശതമാനത്തിന്റെ കുറവുണ്ടായി. അതെങ്ങനെയാ എപ്പോഴും കണ്ടുപിടിക്കുക? പുതിയ നമ്പർ എഴുതാൻ നോക്കുക നിങ്ങൾ. പുതിയ നമ്പർ മൈനസ് പഴയ നമ്പർ. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താണ്? പഴയ നമ്പർ ഇൻറ്റു 100 ചെയ്യാം. ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇപ്പൊ നോക്കിക്കോളെ, ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ ഉണ്ട്. ഒരു വർഷം കൊണ്ട് 1000-ൽ നിന്ന് എന്തായി മാറി? 1700 ആയിട്ട് വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ വർധനയുടെ ശതമാനം എത്രയെന്ന് ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എത്ര ശതമാനം കണ്ട് വർദ്ധിച്ചു അല്ലെങ്കിൽ എത്ര ശതമാനം കണ്ട് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇതാ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? കൂടിയ വാല്യൂ, ഇപ്പോൾ ഉള്ള വാല്യൂ എന്ത് ചെയ്യുക? ഇൻക്രീസ് ആണ് കാണണമെങ്കിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എന്ത് ചെയ്യുക? പഴയ വാല്യൂ കുറക്കുക. എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നത് പഴയ വാല്യൂ കൊണ്ടാണ്, അത് മറന്നുകൊണ്ട. ഇൻറ്റു ഒരു 100 ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോണേ. എന്താ ചെയ്യുന്നത്? ഒരു ഗ്രാമത്തിൽ ജനസംഖ്യ എന്ത് പറഞ്ഞു? ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്തു? 1000-ൽ നിന്ന് 1700 ആയി. അങ്ങനെ വർദ്ധിച്ചാല് വർധനയുടെ എത്ര ശതമാനം വർദ്ധിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പുതിയ വാല്യൂ 1700, പഴയ വാല്യൂ 1000 ഡിവൈഡ് ബൈ, എപ്പോഴേതാ വെക്കേണ്ടത്? പുതിയതാണോ പഴയതാണോ? പഴയതാണ്. എപ്പോഴും രണ്ട് ഇക്വേഷന്റെയും താഴെ പഴയതാണ് വരുന്നത്. ഇനീഷ്യൽ വാല്യൂ, പഴയ വാല്യൂ ആണ് വരുന്നത്. ഇനീഷ്യൽ എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ. എപ്പോഴും താഴെ ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ വെക്കേണ്ടത്. ഇൻറ്റു എത്ര ചെയ്യാം? 100 ചെയ്യാം. ഒന്നുമില്ല, ഇത് പെട്ടെന്ന് കിട്ടുമോ? നിങ്ങൾക്കത് കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത കാൽക്കുലേഷൻ തന്നെ വരും. 70%. യെസ്. അപ്പൊ 1700 1000 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 700 എന്ന് കിട്ടും. താഴെ ഒരു 1000 ഉണ്ട്, പിന്നെന്തുണ്ട്? ഒരു 100 ഉണ്ട്. അപ്പൊ 0 ഒക്കെ വെട്ടിക്കളയാം. 2 0 ഇവിടുന്ന്, 2 0 ഇവിടുന്ന് വെട്ടി, ഒരു 0 10ന്റെ ഇവിടുന്ന് വെട്ടി. അപ്പൊ എത്ര കിട്ടും? 70 എന്ന് കിട്ടും. അപ്പൊ 70% എന്ത്? ഓപ്ഷൻ ബി ആണ് ആ ഇൻക്രീസ് ചെയ്ത്. എത്ര ശതമാനം വർദ്ധിച്ചു എന്നുള്ളതിന്റെ ആൻസർ 70% വർദ്ധിച്ചു. 1000 എന്നുള്ള നമ്പർ 1700 ആയപ്പോ എത്ര ശതമാനം വർധന ഉണ്ടായി? 70% വർധന ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം. ജസ്റ്റ് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെച്ചാൽ മതി. PDF ആണെങ്കിൽ ഞാൻ ഇട്ടുതരാം. അപ്പൊ ഇംഗ്ലീഷിലുള്ള മലയാളത്തിലുമാണെങ്കിൽ മലയാളത്തിൽ എഴുതിക്കണം. പുതിയ വില, പുതിയ വില മലയാളത്തിൽ ഇങ്ങനെ പറയാം. പുതിയ വില മൈനസ് പഴയ വില ഡിവൈഡ് ബൈ താഴെ എല്ലാം എന്താ വരുക? പഴയതാണ്. ഇൻറ്റു 100 ചെയ്യാം. ഇത് ഒരു നമ്പർ ആയിട്ട് കിട്ടും. ആ നമ്പർ കിട്ടിയതിന് ശേഷം 100 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി പെർസെന്റേജ് ഡിക്രീസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഡിക്രീസ് ആണെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? മുകളിൽ നെഗറ്റീവ് കിട്ടാത്ത രീതിയിൽ ഇപ്പൊ ഉള്ളതെന്ന് പുതിയ കുറക്കേണ്ടി വരും. അതായത് ഒരു ക്വസ്റ്റ്യൻ താഴെ കിടക്കുന്നുണ്ടാവും. മിക്കവാറും 150 രൂപയാണ് വർദ്ധിച്ചു. ക്വസ്റ്റ്യൻ കാണുന്നില്ല. അപ്പൊ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ എന്താണ്? 500 രൂപ നോക്കിക്കോളാം. 500 രൂപ 400 രൂപയായിട്ട് മാറി. അപ്പൊ നിങ്ങൾ എവിടെയോ പോയിട്ട് ചെലവഴിച്ചപ്പോ 500 രൂപ നിങ്ങളെ കയ്യിലുണ്ടായിരുന്ന 500 രൂപ ചെലവഴിച്ച് കഴിഞ്ഞപ്പോ നിങ്ങളെ കയ്യിൽ ഇപ്പൊ 400 രൂപയേ ഉള്ളൂ. അപ്പൊ 500 രൂപ 400 രൂപ ആയി മാറിയാല് എന്താണ് ശതമാനത്തിലുള്ള കുറവത്ര? 20%. ശതമാനത്തിലുള്ള കുറവത്ര. യെസ്. ഓക്കെ, 500ന്റെ എത്ര ശതമാനം കുറഞ്ഞാലാണ് 400 ആവുമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ചിലതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും ചില സംഖ്യകളൊക്കെ. ഇനി അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
വലുതിന്ന് മുകളിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. മുകളിലല്ല ചെറുത് കുറപ്പാ ചെയ്യേണ്ടത്. അപ്പൊ 500 എത്ര കുറക്കണോ? 400 ഡിവൈഡ് ബൈ താഴെ അല്ല. ഇപ്പൊ പഴയത് എത്രയാണോ ഇനീഷ്യൽ തുടക്കത്തിൽ എത്രയാണോ നിങ്ങളെ കയ്യിലുണ്ടായിരുന്നത്, അല്ല തുടക്കത്തിലെ നമ്പർ എത്രയാണോ അതാണ് എഴുതേണ്ടത്. അപ്പൊ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് 500 ഇൻറ്റു എത്ര ചെയ്യാ 100 ചെയ്ത പെർസെന്റേജ് ആയി. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 500 400 വെച്ചാൽ 100. അപ്പൊ 100 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 100. അപ്പൊ എത്ര ഉണ്ടാവും? ഇത് 2 0 വെട്ടി, ഇവിടെ 2 0 വെട്ടി. അപ്പൊ 100 ഡിവൈഡ് ബൈ 5 ചെയ്താൽ എത്ര കിട്ടും? 10 ഡിവൈഡ് ബൈ 5 ചെയ്താൽ 2. അപ്പൊ എത്ര വരും? 20. അപ്പൊ എത്ര ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായത്? 20% കുറവ്. അപ്പൊ എത്ര ശതമാനത്തിന്റെ കുറവ്? പുതിയ വാല്യൂ എടുക്കണ്ടേ? എവിടെ എടുക്കേണ്ടത്? പഴയ വാല്യൂ മുകളിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. മുകളിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. വലുതെന്ന് ചെറുത് കുറപ്പാ. അത് പഴയത് പുതിയതൊന്നുമില്ല, കാരണം നെഗറ്റീവ് കിട്ടരുത്. അപ്പൊ വലുതെന്ന് ചെറുത് കുറപ്പാ എപ്പോഴും. താഴെ അല്ല, ഇപ്പം പഴയ വാല്യൂ ആണ് വെക്കേണ്ടത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ മുകളിൽ ചെറുതെന്ന് വലുതെന്ന് ചെറുത് കുറക്കണം എന്ന് പറയുന്നത്? എന്താ, അതായത് ചിലത് 150, ഇതിപ്പോ ഇപ്പൊ നോക്ക് 150 രൂപ 150 അപ്പൊ ഇവിടെ എന്താ ശതമാനം വർധനവാ ഉണ്ടാവുക. ഇനി 150 അഥവാ 100 ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ശതമാനം കുറവാ ഉണ്ടാവുക. എങ്ങനെയായാലും മുകളിൽ എന്ത് ചെയ്യുക? വലുത് സംഖ്യന്ന് ചെറുത് കുറപ്പാ. പക്ഷെ താഴെ എഴുതേണ്ടത് ഇനീഷ്യൽ ഏറ്റവും തുടക്കത്തിൽ നിങ്ങളെ കയ്യിലുണ്ടായിരുന്ന വാല്യൂ എത്രയാണോ, ആ നമ്പർ എത്രയാണോ അതാണ് വെക്കേണ്ടത്. ഇതിന്റെ ആൻസർ എത്ര ഉണ്ടാവും? ഈ ക്വസ്റ്റ്യൻ എവിടെ തന്നിരിക്കുന്നത്? ഇതിൽ പ്രിന്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ 150 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ വില 150 രൂപയെ വർദ്ധിച്ചു. എന്നാൽ വില വർധന എത്ര ശതമാനം? 20%. അപ്പൊ അടിയിൽ 150 തന്നെ എഴുതല്ലേ എപ്പോഴും? അതെ, അടിയിൽ 150. അടിയിൽ എഴുതുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോണേ, കാരണം തുടക്കത്തിൽ ഉണ്ടായിരുന്ന നമ്പറാണ് എഴുതേണ്ടത്. അവിടെ ചെറുത് വലുതെന്നല്ല നോക്കേണ്ടത്. തുടക്കത്തിൽ 150 ഉണ്ടായിരുന്നത്, പിന്നെയാണ് അത് 150 ആയത്. അടിയിലല്ല പോയി ഇനീഷ്യൽ വാല്യൂ, അല്ല തുടക്കത്തിൽ ഉണ്ടായിരുന്ന വാല്യൂ, അതാണ് അടിയിൽ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ. അപ്പൊ ഇവിടെ ചെയ്യുമ്പോ എത്ര കിട്ടും? 150 എത്ര കുറക്കണം? 30 കുറക്കുക. അല്ല, 150 ഉറപ്പാ. എന്നിട്ട് ഏത് കൊണ്ട് ഹരിക്കണോ? 150 ആണോ 150 ആണോ? 150. അതാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് ഇൻറ്റു 100. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 150 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 30 ഡിവൈഡ് ബൈ 150 ഇൻറ്റു 100. ഓക്കെ, 0 വെട്ടിട്ടൊക്കെ നിങ്ങൾ കുറച്ച് നല്ലോണം പ്രോബ്ലംസ് ചെയ്യണേ. ഈ വെട്ടിട്ടൊക്കെ ചെറുതാക്കുന്ന പെട്ടെന്ന് പഠിക്കണം. ഇനി നോക്കി 30 15 പോകും. 30 താഴെ ഒരു 15 ഉള്ളൂ. ഇനി 0 പോയല്ലോ. 30 15 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. അപ്പൊ 2 × 10 എത്രയാന്ന് കിട്ടും? 20. അപ്പൊ 20% കിട്ടുന്നത് നമുക്ക്. ഇത് ക്രിയേറ്റ് ചെയ്യാണ്ട് മൈൻഡിൽ മനസ്സിലാവണമെങ്കിൽ അങ്ങനെ നോക്കിക്കോളൂ. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. മൈൻഡിൽ മനസ്സിലാവും. അതായത് നമുക്ക് 150ന്റെ എത്ര, 150ന്റെ ഒരു 10% 15 മനസ്സിലായാൽ പെട്ടെന്ന് കിട്ടും. 150ന്റെ 10% വെച്ചാൽ 15. 20% വെച്ചാൽ 30. ആ 30ന്റെ കൂടുതലല്ല ഇവിടെ ഉണ്ടായത്. 150 അല്ല ആവുന്നത്. അപ്പൊ 30 കൂടിയത്. അപ്പൊ 20% എന്നുള്ളത് പെട്ടെന്ന് കിട്ടും ചിലർക്ക്. അങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം കാര്യങ്ങൾ. അപ്പം രണ്ട് മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ പഠിച്ചേ. ഒരു സംഖ്യയുടെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ള ഇപ്പം 500ന്റെ 20% കാണുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ച്. പിന്നെ 500 550 ആയാൽ ശതമാനത്തിലുണ്ടായിരുന്ന വർധനവ്, അല്ലെ 500 400 ആയാൽ ശതമാനത്തിലുണ്ടായിരുന്ന കുറവ്, അത് കണ്ടുപിടിക്കാൻ പഠിച്ചു. അത് ഈ ഇക്വേഷൻ വെച്ചിട്ട് പഠിച്ചു. ഇനി അടുത്തത് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിച്ചത്. സംഖ്യ കുറെ ശതമാനം വർദ്ധിച്ചു. ഇതുമല്ല, നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് എപ്പോഴും എന്താന്ന് വെച്ചാൽ എക്സിന്റെ y ശതമാനം എന്ന് പറയുന്നത് വൈയുടെ x ശതമാനത്തിന് തുല്യമായിരിക്കും. ജസ്റ്റ് നമ്പറിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പം 50
50ന്റെ 25% എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? 25ന്റെ 50% തുല്യമായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിൾ ആണ്. ഈ കാര്യം ഒന്ന് ഓർത്തോക്കണം. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എന്ത് ചെയ്യാറ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ. 50ന്റെ 25%, 25ന്റെ 50% തുല്യമാണ്. അപ്പൊ ശരിയാണോ തെറ്റാണെന്ന് വെച്ചാൽ ശരിയാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. 50ന്റെ 25% എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി എത്ര കിട്ടുന്നുള്ള. 50ന്റെ 25% നമ്മൾ എങ്ങനെ ചെയ്യാം? 50 ഇൻറ്റു എത്ര ചെയ്യൂ? ശതമാനം 25/100. 25/100 ചെയ്യുന്നത്. അത് അവിടെ നിൽക്കട്ടോ, അത് ഞാൻ ചെയ്യുന്നില്ല. ഇതും ഒന്ന് പറഞ്ഞു നിങ്ങൾ. 25ന്റെ 50% എങ്ങനെയാണ് കാണുന്നത്? 25 ഇൻറ്റു 50/100 അല്ല, 25ന്റെ 50% 25 ഇൻറ്റു 50/100. നോക്കേ, ഇത് ഗുണിച്ച് കഴിഞ്ഞിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രണ്ട് സെയിം നമ്പർ അല്ല മുകളിൽ ഗുണിക്കുന്നത്. ഇവിടെ 50 25 ഗുണിക്കുന്നു, അടുത്തതിൽ 25 50 ഗുണിക്കുന്നു, താഴെ 100 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കേസ് നിങ്ങൾ ഓർത്ത് നോക്കണം, ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് എന്നുള്ളത്. ചില കേസിലില്ല, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനും എളുപ്പം, ഇത് അറിയെങ്കിൽ. ഇങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാല്, 10ന്റെ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, 10ന്റെ 200% എത്രയാന്ന് ചോദിക്കുവാണ്. എത്രയാ 10ന്റെ 200%? ഇത് എത്രക്ക് ഈക്വൽ ആയിക്കപ്പോ നമ്മൾ ഈ പോയിന്റ് വെച്ച് പറയുകയാണെങ്കിൽ 10ന്റെ 200% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 200ന്റെ 10% തുല്യമായിരിക്കുമല്ലോ ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട്. അപ്പൊ ഇത് കണ്ടുപിടിച്ചാ പോരാ. 200ന്റെ 10% കാണാൻ നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് കഴിയും. എത്രയാ 200ന്റെ 10%? 20. ഓക്കെ, അപ്പൊ 20 ആൻസർ. 10ന്റെ 200% എന്ന് വെച്ചാൽ എത്ര ആൻസർ? 20 ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് പകരം ചിലത് നമ്മളിപ്പോ ചിന്തിക്കാൻ എളുപ്പം ഇങ്ങനെ ആയിരിക്കും. 200ന്റെ 10% പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം 20 ആണെന്നുള്ളത്. അപ്പൊ 10ന്റെ 200% എന്നുള്ളതും 200ന്റെ 10% എന്നുള്ളതും ഈക്വൽ ആണ്. ചില കേസിൽ നമുക്കത് കണ്ടുപിടിക്കുക എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കും നിങ്ങളോട്, 50ന്റെ 40% നിങ്ങളോട് ചോദിച്ചു. 50ന്റെ 40% എത്രയാന്നുള്ളത്. അപ്പൊ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ആൻസർ. 40ന്റെ 20. അപ്പൊ 20 ആണെന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടും ഇത് ചെയ്യുന്നതിന് പകരം. ഒന്നുമില്ല, ഇതൊരു ട്രിക്ക് മാത്രമാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 50ന്റെ 40% ഇങ്ങനെ 50 ഇൻറ്റു 40/100 എന്നൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ 2 0 പോയി, മുകളിൽ 2 0 പോയി, 4 ഇൻറ്റു 5 20 എന്ന് കിട്ടും. ഒരു കുഴപ്പമില്ല. പക്ഷെ അത് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല അവിടെ. ഇനി ഇതല്ല, ഇനി അടുത്ത വരുന്നൊരു മെയിൻ നോക്കാം. ഇതിലില്ല, അത് ഞാൻ പറയാം എന്താ കേസ് എന്നുള്ളത്. അതായത് ഒരു നമ്പർ ഇൻക്രീസ് ചെയ്താൽ എത്ര വരുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയണേ. ഇപ്പൊ 120ന്റെ എന്താണ് 120 30% വർദ്ധിച്ചാലുള്ള സംഖ്യ. അപ്പൊ ഇത് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. എങ്ങനെയാ കാണുക നിങ്ങൾ? 120 30% വർദ്ധിച്ചാലുള്ള സംഖ്യ കാണേ. 120ന്റെ എന്ത് കണ്ടുപിടിച്ചു? 156. 120ന്റെ 30% കാണുക. പിന്നെ അത് എന്തിനോട് കൂട്ടുക? ഏതിനോട് കൂട്ടുക? 120നോട് കൂട്ടിയാൽ മതി. അപ്പൊ 120ന്റെ 30% വർദ്ധിച്ചാലുള്ള സംഖ്യ കിട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് 30% ഇവിടെ കാണുവാണ്. അപ്പൊ 30% കാണുമ്പോൾ എത്ര കിട്ടും? 120 ഇൻറ്റു 30/100. ഇനി ഇങ്ങനെ കാണാൻ നിൽക്കരുതേ. 120ന്റെ 10 നിങ്ങൾക്ക് അറിയാം. 120ന്റെ 10% എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 12. അപ്പൊ 30 കൊണ്ട് കുറിച്ചതാ അല്ലെ. അപ്പൊ 12 24 36 വരിക 30% എന്ന് പറയുമ്പോൾ. ഓക്കെ, അങ്ങനെ മൈൻഡിൽ ഓടണേ. ഞാൻ ജസ്റ്റ് തുടക്കത്തിലായതുകൊണ്ടാണ് ഇക്വേഷൻ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ 2 0 ഇവിടുന്ന് പോയി, മുകളിൽ നിന്ന് പോയി. 12 ഇൻറ്റു 3 എത്ര കിട്ടും? 36. അപ്പൊ 120ന്റെ 30% വർദ്ധിച്ചാലുള്ള സംഖ്യ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 120 പ്ലസ് 36 ഈക്വൽ ടു എത്രയാന്ന് കിട്ടും? 156. ക്ലിയർ ആണേ? ഇനി ഇതെങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാന്നുള്ളതാണ്. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് ആ മെത്തേഡ് തന്നെ നിങ്ങൾ പഠിക്കണം. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വർദ്ധിച്ച സംഖ്യ കാണാൻ 120 ഇൻറ്റു, ഓക്കെ,
ഇപ്പൊ 100/100 ചെയ്താൽ ഇതിനെന്തൊക്കെ മാറ്റം ഉണ്ടാവുക? 120-നാണേ. 120-നെ 100/100 ചെയ്ത് എന്തൊക്കെ മാറ്റം വരുമോ സംഖ്യക്ക്? ഇല്ല. ഒരു മാറ്റം വരില്ല. 100 വെട്ടിപ്പോയി കഴിഞ്ഞാൽ 120 തന്നെ കിട്ടും. നമുക്ക് കാണേണ്ട എത്രയായിരുന്നു? 30% കൂടിയതാ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയാം? മുകളിലുള്ള 100 മാറ്റിയിട്ട് അവിടെ എത്രയാ? 130 എഴുതുക. അപ്പൊ 100-നോട് മുകളിൽ 30 കൂട്ടിയത് എഴുതുക. അപ്പൊ 130 എന്ന് കിട്ടും. ക്ലിയർ ആണേ? ഞാൻ പറഞ്ഞത് എന്താ? 120-ന്റെ 30% കൂടിയ വാല്യൂ ഒറ്റയടിക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 120-നെ ഏത് കൊണ്ട് ഗുണിച്ചാൽ മതി? 130/100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കിയത് കറക്റ്റ് ആയിട്ട് കിട്ടും. 2 താഴെന്ന് പോയി, 2 മുകളിൽ നിന്ന് പോയി. 12x13 ചെയ്യാം. 12x13 ചെയ്താൽ എത്ര കിട്ടും നിങ്ങൾക്ക്? 156 കിട്ടും. ഓക്കെ ആണേ? അപ്പൊ ഇതെന്തിനാ പഠിക്കുന്നത്? ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില കേസിൽ നമുക്ക് അതിന്റെ ആവശ്യം വരും. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരും. അപ്പം ഇൻക്രീസ്ഡ്, അതായത് വർദ്ധിച്ച സംഖ്യ കാണാൻ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും 100/100 നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടാൽ മതി. 100/100 കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് കൂടിയ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ എത്രയാണോ കൂടിയത് അത് മുകളിൽ കൂട്ടി കൊടുക്കാം. ഇപ്പൊ 30% കൂടിയ വിലയോ കാണണമെങ്കിൽ ഇവിടെ 130 ആക്കുക. ഇനി 50% കൂടിയ വിലയോ ആണെങ്കിൽ ഇവിടെ 50 ആക്കി കൊടുക്കാം. ഓക്കെ, കുറഞ്ഞിട്ടുള്ള കേസ് ഞാൻ പറഞ്ഞുതരാം. എന്നാ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കണേ. ഇപ്പം 200-ന്റെ 25% കൂടിയ സംഖ്യ എന്ത്? ഓക്കെ, ഈ മെത്തേഡ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ തൽക്കാലത്ത് പഴയ മെത്തേഡിൽ ഒന്ന് ജസ്റ്റ് അതവിടെ ഒന്ന് മറന്നുകളാം. പഴയ മെത്തേഡ് അല്ല, 25% കണ്ടിട്ട് കൂട്ടുന്ന മെത്തേഡ് അല്ലേ. 250 അല്ലേ? ഒറ്റയടിക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നതാണെങ്കിൽ ഏത് മെത്തേഡിൽ നിങ്ങൾ ഇത് കാണും? 25% കൂടിയതാ കാണേണ്ടത്. അപ്പൊ 200-നെ എത്ര കൊണ്ട് ഗുണിക്കണോ? 125. 125/100 അത് എല്ലാം ഓർമ്മക്കണം. 100/100 കൊണ്ട് ചെയ്താൽ ഒരു മാറ്റവും ഇല്ല. അപ്പൊ മുകളിൽ 25 കൂട്ടിയേറ്റി 125 25% കൂടിയ വാല്യൂ കിട്ടും. ഇനി ഒന്നുമില്ല, ഇത് വെട്ടിക്കളെ. 100 200 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. അപ്പൊ 2x125 ചെയ്താൽ എത്ര കിട്ടും? 250. അപ്പൊ എന്താ ഇതിന്റെ നോക്കിയേ, 200-ന്റെ 25% കൂട്ടിയാൽ ആ സംഖ്യ എത്രയായിട്ട് മാറും? 250 ആയിട്ട് മാറും. ക്ലിയർ ആണേ? അതിപ്പോ എത്രയായാലും നിങ്ങൾക്ക് മുകളിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടി എഴുതിയാൽ മതി. ഇനി കുറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കാൻ. കുറഞ്ഞ വാല്യൂ എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ട്? ഇരുന്നൂറിന്റെ 40% കുറഞ്ഞ സംഖ്യ എന്ത്? ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. സാധാ മെത്തേഡിൽ എങ്ങനെ ചെയ്യാ? 200-ന്റെ 40% നിങ്ങൾ കാണുക, ഒരു സംഖ്യ കിട്ടും, അതിനെന്ത് ചെയ്താൽ മതി? 200 കുറച്ചാൽ മതി. നോർമൽ മെത്തേഡ്. നോർമൽ മെത്തേഡ് അങ്ങനെ ചെയ്യാം. ഒറ്റയടിക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എന്താ ചെയ്യേണ്ടത്? 200 ഇൻറ്റു 100/100 ചെയ്താൽ എന്താ വ്യത്യാസം ഉണ്ടാവും? 100/100 ചെയ്താൽ ഒരു വ്യത്യാസം ഇല്ല. പക്ഷെ നമുക്ക് ഇവിടെ കാണേണ്ടതാ 40% കുറവ് വന്നതാ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയോ? ഈ 100 എന്നുള്ള മുകളിലത്തെ 100 എന്നുള്ളത് 40 കുറച്ച് എഴുതണം. 40 കുറച്ച് എഴുതിയാൽ എത്ര ഉണ്ടാവും അവിടെ? 60. ഓക്കെ, 40 എന്നല്ല എഴുതേണ്ടത് കേട്ടോ. അവിടെ 40 എഴുതി കഴിഞ്ഞാൽ 200-ന്റെ 40% കാണുന്ന പോലെ ആയിപ്പോ. പക്ഷെ നമുക്ക് കിട്ടേണ്ട എന്താ? 40% കുറഞ്ഞ സംഖ്യയാണ്. അപ്പൊ 40 കുറക്കുക 100-ന്. 100-ന് 40 കുറച്ച് 60 കിട്ടും. ഇത് ചെയ്താൽ ഒറ്റയടിക്ക് ആൻസർ ആയി. അപ്പൊ 100 200-ൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 2 × 60 എത്രയാന്ന് കിട്ടും? 120. അപ്പൊ എന്തായി 120? 200-ന്റെ 40% കുറഞ്ഞ സംഖ്യയാണ് ഈ 120 എന്ന് പറയുന്നത്. അതായത് 200-ന്റെ 40% കുറച്ച് കഴിഞ്ഞതിന്. അങ്ങനെയാണെങ്കിൽ 120 നമുക്ക് കിട്ടുക. ഓക്കെ, ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയണേ. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങളൊന്ന് എനിക്ക് ആൻസർ പറഞ്ഞു തന്നാൽ മതി. 600-ന്റെ 60% കൂടിയ സംഖ്യ. ഇതൊന്ന് പറഞ്ഞു തന്നെ എനിക്ക് എത്ര ഉണ്ടാവും? ഈ മെത്തേഡിലാണ്. ഈ മെത്തേഡ് നിർബന്ധം കേട്ടോ, പഠിക്കൽ നിർബന്ധമാണ്. കാരണം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, വലിയ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും ഈ മെത്തേഡ് അറിയെങ്കിൽ. 600-ന്റെ 60% കൂടിയ സംഖ്യ കണ്ടുപിടിക്കുക.
അപ്പൊ കൂടിയ എന്ന് പറയുമ്പോൾ 60% കൂടിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 600-നെ? 160 ഉണ്ട്. യെസ്, 160/100 കൊണ്ട് കേട്ടോ. 160/100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കിട്ടി എല്ലാവർക്കും? നിങ്ങൾ പറഞ്ഞേ, ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേ. 1226. ഇപ്പൊ എത്ര ഉണ്ടാവും? ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണേ. 600-ന്റെ എന്താ കണ്ടത്? 60% കൂടിയത് കിട്ടണം. അപ്പൊ 100-നോട് 60 കൂട്ടുക. അപ്പൊ എത്ര ഉണ്ടാവും? 160/100 ചെയ്താൽ ഒറ്റയടിക്ക് ആൻസർ ആയി. ഓക്കെ, അപ്പൊ എത്ര ഉണ്ടാവും? 100 600-ൽ 6 പ്രാവശ്യം 6 ഗുണിക്കണം 160 ചെയ്താൽ മതി. 6 ഗുണിക്കണം 160 ചെയ്താൽ 6 0 0 ഉണ്ടാവും. 6 6 36, 3 ബാക്കി 6 6 3 എത്ര? 9. എത്രന്ന് കിട്ടുമോ? 960 കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായത്? എന്താ ചെയ്യുന്നതെന്നുള്ള ക്ലിയർ ആയിക്കോ. 600-ന്റെ 60% കണ്ടിട്ട് 600-നോട് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? അതിന് ഞാൻ സിമ്പിൾ ആയിട്ട് ഒറ്റയടിക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഈ പറഞ്ഞത്. ഓക്കെ, 600 നിങ്ങൾ 600-ന്റെ 60% കണ്ടു നോക്ക്, 360 കിട്ടും. അപ്പൊ 600-നോട് 360 കൂട്ടിയാൽ 960 കിട്ടേണ്ടത്. ആ 2 സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ഗുണിക്കേണ്ട സംഖ്യ ഇവിടെയാണ് നിങ്ങൾക്ക് എനിക്ക് ആൻസർ കിട്ടേണ്ടത്, ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്നുള്ളത്. അപ്പൊ കൂടിയത് കാണാൻ 60% കൂടിയത് കാണാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 160/100 കൊണ്ട് ഗുണിക്കണം. ഇനി 20% കൂടിയതാണെങ്കിൽ നിങ്ങൾ ഏത് കൊണ്ട് ഗുണിക്കുവോ? 120/100 വിട്ടു വരുതേ. 100 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 100 120/100. ഇനി അടുത്ത ജസ്റ്റ് ഇത് പറയുകയാണെങ്കിൽ 400-ന്റെ എന്താണ്? 30% കുറഞ്ഞ വാല്യൂ അല്ലെ സംഖ്യ കേട്ടോ. കുറഞ്ഞ സംഖ്യ തന്നെ ആയിക്കോട്ടെ. 400-ന്റെ 30% കുറഞ്ഞ സംഖ്യ എന്ത്? ഈ മെത്തേഡ് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെയാ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞേ? 400 ഗുണിക്കണം ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടി വരിക? 70/100. 0 വെട്ടി കളഞ്ഞാൽ 280. അപ്പൊ 400-നെ ഏത് കൊണ്ട് ഗുണിക്കണം? 100/100 കൊണ്ട് ഗുണിച്ചാൽ ഒരു മാറ്റമില്ല. നമുക്ക് വേണ്ടത് 30% കുറവാ വേണ്ടത്. അപ്പൊ 30 കുറപ്പാ 100-ന്ന്. അപ്പൊ എത്ര കിട്ടും? മുകളിൽ 70 ഉണ്ടാവും, താഴെ ഒരു മാറ്റം ഇല്ല. താഴെ എല്ലാം ഇപ്പൊ 100 കേട്ടോ. താഴത്തെ സംഖ്യയിൽ ഒരു മാറ്റം വരുത്തരുത് ഒരിക്കലോ. 100. അപ്പൊ 100 വെട്ടിക്കഴിഞ്ഞാൽ 400-ൽ 4 പ്രാവശ്യം 4 × 70 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 280. അപ്പൊ 400-നെ 30% കുറച്ചാൽ ഇത്രയാണ് ഉണ്ടാവുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ നിങ്ങൾ കാണുക. ഇപ്പം എന്താണ്, ഒരു ബാഗിന്റെ വില 250 ആണ്. 10% കുറച്ചിട്ടാണ് വെക്കുന്നത്. ഈ ക്വസ്റ്റ്യന് ഇതില് 400-ന്റെ 30% ഒറ്റയടിക്ക് കാണുന്നതാണ് കുറഞ്ഞ വാല്യൂ. 400-ന് 30, അതിന്റെ 30% കുറച്ചാല് ഏത് സംഖ്യ കിട്ടുക എന്നുള്ള ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇത്. അപ്പൊ ഇതിലെന്താ ചെയ്യേണ്ടത്? 400 ഇൻറ്റു എത്ര ചെയ്യാ? 30% കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ? 100-ന്ന് ആ 30 കുറക്കുക. 100-ന്ന് 30 കുറച്ച് എത്രയാ? 70. അപ്പൊ 70/100 കൊണ്ട് ഗുണിക്കണം. ഇനി 40% കുറഞ്ഞെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 40 കുറക്കുക 100-ന്ന്. അപ്പൊ എത്ര ഉണ്ടാവും? 60. 60/100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ 30% കുറഞ്ഞ കണ്ടുപിടിക്കാനായതുകൊണ്ട് 70/100 കൊണ്ട് ഗുണിക്കുക. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ അറിയാലോ, 100 400-ൽ 4 4 × 70 എന്ന് വെച്ചാൽ 250 കിട്ടും. ഗുണിക്കുന്നത് ഒന്നുമില്ല, ആ സ്റ്റെപ്പ് ഗുണിക്കുന്ന സ്റ്റെപ്പ് മാത്രം ബാക്കിയുള്ളത്. ഓക്കെ, എന്തായാലും പ്രീവിയസ് നമ്മൾ ഇന്നത്തെ സെഷൻ കഴിയാനായതുകൊണ്ട് 1-2 പ്രീവിയസ് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ഈ 55-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഒരു സംഖ്യയുടെ 25% തന്നിട്ടുണ്ട്, 40. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ് ചോദിക്കുന്നത്? 160. യെസ്, ഓരോരുത്തർക്കും ഓരോ മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ ചെയ്യും. ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്ന ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 25% 50% ആക്കുക അല്ലേ? ആക്കാലോ. അങ്ങനെ ചെയ്യാം. 50% ആക്കിയാൽ എത്ര ഉണ്ടാവും? 40 എത്രയായിട്ട് മാറും?
80 മാറി. ഇനി 50% വീണ്ടും ഒന്ന് ഇരട്ടിക്കുക. അപ്പൊ 100%. അപ്പൊ 80 എത്രയായിട്ടുണ്ടാവും? 160. അതായത് ഞാൻ എപ്പോ പറഞ്ഞിട്ട് സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും 100% തുല്യമാണ്. 100% തുല്യമാണ് എല്ലാ സംഖ്യയും. അപ്പൊ 100% കിട്ടി നമുക്ക്. 160. ആൻസർ എത്രയാ? 160. ഓക്കെ, ഒരു മെത്തേഡ് ഇത് ഒന്നാമത്തെ കേസാണേ. നിങ്ങൾക്ക് ഇത് അറിയില്ല, ഇത് ഓർമ്മ കിട്ടുന്നില്ല എനിക്ക്. അങ്ങനെയാണെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. ഏത്? നമുക്ക് സംഖ്യ എന്തായിട്ട് എടുക്കാം? തൽക്കാലത്തേക്ക് എക്സ് എന്നായിട്ട് എടുക്കാം. എക്സ്, സംഖ്യ എക്സ് ആണേ. എക്സിന്റെ 25% തന്നിട്ടുണ്ട്. എത്രയാ? 40. അപ്പൊ 25% എങ്ങനെയായിരുന്നു നമ്മൾ കാണുന്നത്? എപ്പോഴും എക്സ് ഗുണിക്കണം 25/100. എക്സ് ഗുണിക്കണം 25/100. അതാണ് എത്ര തന്നിരിക്കുന്നത്? 40. ഈ മെത്തേഡൊക്കെ അറിയണേ, എല്ലാം അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. നിങ്ങൾക്ക് ചില കേസിലൊക്കെ ചിലത് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ സംഖ്യ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. 25% കാണുന്നത് എക്സിന്റെ 25% എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 25/100 ആണ്. അത് 40 തന്നിട്ടുണ്ട്. സോ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് വെച്ചാൽ 100 25 വലത്തോട്ടെ കൊണ്ടുപോവാം. അപ്പൊ 40 പോയിക്കൂടെ? അങ്ങനെ ചെയ്താലും പറ്റില്ലേ? 25/100 1/4. 25/100 1/4 നേതാ. 25% ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 1/4 എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഒറ്റ അടിച്ച് എഴുതിയാൽ മതി. എക്സ് ഇൻറ്റു 1/4 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ എഴുതണേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടേബിൾ പഠിച്ചു വെക്കുന്നത്. അപ്പൊ 40 ഇൻറ്റു, അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ 40 ഇൻറ്റു 100. ഈ താഴെയുള്ള 100 അങ്ങോട്ടുണ്ടോ വലത്തോട്ടുണ്ടോ മൾട്ടിപ്ലൈ ആവും. 25 താഴോട്ടും പോകും. ഇനിയൊന്നുമില്ല, വെട്ടി ചെറുതാക്കും. 25 100 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. അപ്പൊ 4 ഇൻറ്റു 40 എത്രയാന്ന് കിട്ടും? 160. ഓക്കെ, സംഖ്യ എക്സ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിന്റെ 25% 40 എന്നുള്ള രീതിയിൽ ഇക്വേറ്റ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഇങ്ങനത്തെ കേസൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷനിൽ ABCDയിലെ എല്ലാ സംഖ്യയുടെയും 25% ഒന്ന് കണ്ടുനോക്കാം. 10ന്റെ 25% എത്രയാ നോക്കാം. 40 ആണോ നോക്കാം. 40ന്റെ 25% നോക്കാം. 40 ആണോ? 80ന്റെ 25% 40 ആണോ? 160ന്റെ 25% 40 ആണോ? ഓക്കെ, ഇങ്ങനെ ചെയ്യരുതേ. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വേണം. വേറെ രീതിയിൽ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഓപ്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് മൈൻഡിലേക്കൊന്ന് കത്തണം. അപ്പൊ നിങ്ങൾക്ക് 160ന്റെ 40% ചെയ്യുമ്പോൾ, അല്ല 25% ചെയ്യുമ്പോൾ കറക്റ്റ് എത്രയാന്ന് കിട്ടും? 40 ആണെന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, സംഖ്യ 160 എന്നുള്ള അവിടെ ക്ലിയർ ആവും. ഇനി നമുക്ക് പ്രീവിയസ് ചോദിച്ച പെർസെന്റേജിലെ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു കാര്യം കൂടി പറയട്ടെ, അത് ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടുപോയത്. ഇപ്പൊ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പം ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എന്താ 25 എന്താണ് 150ന്റെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? 25 150ന്റെ എത്ര ശതമാനം? അപ്പൊ പല രീതിയിൽ കാണാം. നിങ്ങളെ മൈൻഡിൽ 150ന്റെ 10% 15 ആണെന്ന് കിട്ടിയിട്ട് വേണം 25% ഒക്കെ കാണാം. 25 എന്നുള്ളത് എത്രയാണെന്ന് കാണാം. 25 150ന്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കാം. ഒറ്റയടിക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നേരെ 25ന് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 150 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതൊരു ഭിന്നസംഖ്യയായി. അതായത് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് അല്ലെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഭിന്നസംഖ്യ ശതമാനത്തിലാക്കാക്കുക എങ്ങനെയായിരുന്നു? ഇൻറ്റു 100 ചെയ്തിട്ടില്ല. അപ്പൊ 25/150 ഇൻറ്റു 100 ചെയ്താൽ കിട്ടും. അപ്പൊ എത്ര കിട്ടും? ഇത് ചെയ്ത് കഴിഞ്ഞാല് 1/6. 25 ഇവിടെ ചെയ്തോ. 25 150 എത്ര പ്രാവശ്യം പോകും നോക്കാം. 25 4 5 6 പ്രാവശ്യം പോകും അല്ലെ. അപ്പൊ എത്ര കിട്ടും? ആൻസർ 100/6. 100/6 എന്ന് വെച്ചാല് എത്ര ഉണ്ടാവും? ജസ്റ്റ് ഇതൊന്ന് ചെറുതാക്കാം.
ഇതൊക്കെ ശതമാനത്തിലാണ് പറയുന്നത്. 100/6 എന്ന് വെച്ചാല് മുകളിൽ താഴെ രണ്ടും കൊണ്ടായിരിക്കും. അത്ര വരും 50/3. അപ്പൊ 50/3 ശതമാനമാണ്. 25 എന്നുള്ളത് 150 എത്ര ശതമാനമാണ്? 50/3. 50/3 ചെയ്താൽ നിങ്ങൾക്ക് നോക്കിക്കോളെ 16 പോയിന്റ് സംതിങ് കിട്ടുക. ഓക്കെ, 16, 32, 48, 16 പോയിന്റ് സംതിങ് കിട്ടും. അതെന്തോ ആവട്ടെ, നിങ്ങൾക്ക് കിട്ടുന്നൊക്കെ കറക്റ്റ് നമ്പർ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും മിക്കവാറും തരുന്നത്. അപ്പൊ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞു നിങ്ങള് ഇപ്പം 25 എന്ന സംഖ്യ 400ന്റെ എത്ര ശതമാനം? ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു അരിച്ച കിട്ടില്ല, അതുകൊണ്ടാണ് നമ്പർ മാറ്റുന്നത് കേട്ടോ. 16% വരില്ലേ? 25/4 വരിക. അരിച്ച കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത്. നോക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ കറക്റ്റ് കിട്ടും. നോക്കി, ഒരു സ്കൂളിൽ നിന്ന് മലയാളം, ഇംഗ്ലീഷ്, ഗണിതം എന്നീ വിഷയങ്ങളിൽ വിജയിച്ച കുട്ടികളുടെ എണ്ണമാണ് ഗ്രാഫിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒക്കെ വലിയ ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ സെന്റൻസിൽ ഇതിന്റെ ആൻസർ കിട്ടും. ഈ സ്കൂളിൽ 125 കുട്ടികൾ പരീക്ഷ എഴുതി എങ്കിൽ ഗണിതത്തിന്റെ വിജയ ശതമാനം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ടോട്ടൽ 125 കുട്ടികളുണ്ട്. ഓക്കെ, 125 കുട്ടികളില് ഗണിതത്തിന് എത്ര പേര് പാസ്സായിട്ടുണ്ട്? നിങ്ങൾ പറഞ്ഞു ഗണിതത്തിന്. ഈ ചാർട്ട് നോക്കിയിട്ട്, നിങ്ങൾക്ക് ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുന്ന അറിയോ? 60. ആ, ഇതാ ഇങ്ങനെയുള്ള ഭാഗമാണ് ഗണിതത്തിന് വരുന്നത്. അപ്പൊ അത് വരുന്നത് ഏതാ? ബാർ ഡയഗ്രാം ഇതാണ്. അപ്പൊ ഇത് എവിടെയാ ടച്ച് ചെയ്യുന്നത് നോക്കാം. ഇവിടെ പോയിട്ട് ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്. 60 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? ഗണിതത്തിന് പാസ്സായിട്ടുണ്ട്. ഇംഗ്ലീഷിനാണെങ്കിൽ എത്ര പേര്? 70 പേര്. മലയാളത്തിനാണെങ്കിൽ 80 പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചത് എന്താ നോക്കി. നിങ്ങളിവിടെ എന്താ ചോദിച്ചേ? ഗണിതത്തിന്റെ വിജയ ശതമാനം അല്ലേ ചോദിച്ചേ? ഓക്കെ, ഗണിതത്തിന്റെ വിജയ ശതമാനം. അപ്പൊ എത്രയാ? 60. എത്ര കുട്ടികളില്? 125 × 60/100. അല്ല, 125 കുട്ടികളില് 60 അല്ലെ? 125 കുട്ടികളിൽ 60 അല്ല പാസ്സായത്. 125 ടോട്ടൽ കുട്ടികൾ. അപ്പൊ ടോട്ടൽ അടിയിൽ എഴുതണം നിങ്ങൾ കേട്ടോ. ടോട്ടൽ അടിയിൽ എഴുതുന്ന രീതിയിൽ ചെയ്യണം. അപ്പൊ 60 എന്നുള്ളത് എന്റെ ഇതാണ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ 60 എന്നുള്ളത് ഈ 125ന്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 60 എന്നുള്ളത് 125ന്റെ എത്ര ശതമാനമാണെന്നാ ഇവിടെ ചോദിക്കുന്നത്. അല്ലെ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി? ഇതൊന്ന് മാറ്റി എഴുതിയാല് 60 കുട്ടികൾ പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ട്. ഗണിത കണക്ക് പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ട്. ആകെ ഉണ്ടായിരുന്നത് 125 കുട്ടികളാണ്. അപ്പൊ ഗണിതത്തിന്റെ വിജയ ശതമാനം മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അപ്പൊ ഗണിതത്തിന്റെ വിജയ ശതമാനം എന്ന് വെച്ചാൽ എന്താ? ആകെ കുട്ടികള് 125ൽ 60 പേര് ജയിച്ചു. അപ്പൊ 125 60 എന്ന് പറയുന്നത് 125ന്റെ എത്ര ശതമാനമാണെന്നാ കണ്ടുപിടിക്കുന്നത് ഇവിടെ. ക്ലിയർ ആണ്? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ എന്നല്ലെന്ന് പറഞ്ഞേ. 60 എന്നുള്ളത് 60 കുട്ടികളാണ് ജയിച്ചത്. 60 എന്നുള്ളത് 125ന്റെ എത്ര ശതമാനമാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? 60 125 എത്ര ശതമാനം കണ്ടുപിടിക്കുന്നത്? 60 ഡിവൈഡഡ് ബൈ 125 × 100. 125 × 100. ഇത് മാത്രം ചെയ്താൽ മതി. ഇത് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാവും? 48. 100ല് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ നോക്കണേ. ഹരിക്കാൻ പറ്റുന്ന 100ല്. എപ്പോ 25 മിക്കവാറും കേസിൽ എന്ത് ചെയ്യും? നമുക്ക് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആയിട്ട് വരും, മുകളിലും താഴെ. അപ്പൊ 100ല് എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. 25 താഴെയാണെങ്കിലോ 5 പ്രാവശ്യം. 125 5.
ഓക്കെ, ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുത്ത് വെച്ചായിരിക്കോടാ, 5 വെച്ചിട്ടൊക്കെ ആയിരിക്കാം. ഇനി അടുത്ത കേസിൽ 5 60 എത്ര പ്രാവശ്യം പോവും? 12 പ്രാവശ്യം. അപ്പൊ 12 ഗുണിക്കണം 4 മുകളിൽ വരിക. അപ്പൊ 12 ഗുണിക്കണം 4 ചെയ്താൽ എത്ര കിട്ടും? 48%. ഓക്കെ, കുറച്ചൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്തിട്ട് എഴുതാം. ഇപ്പൊ 125 125ന്റെ 50% എത്രയായിരിക്കും അന്ന് പറഞ്ഞു നിങ്ങൾ? 62.5. ഓക്കെ, ഇവിടെ എത്ര കുട്ടികൾ പാസ്സായിട്ടുണ്ട്? 60 കുട്ടികൾ. അപ്പൊ 50% ഉണ്ടോ ഇത്? 62.5 ആയിരുന്നെങ്കിൽ നമുക്ക് 50% പാസ്സായി എന്ന് പറയായിരുന്നു. 62.5 കുട്ടികൾ പാസ്സായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ 50% കുറവായിരിക്കും. അപ്പൊ 50% കുറവുള്ള ആൻസർ ഏതാന്ന് നോക്കിയാൽ മതി. ഇതിലാകെ ഒറ്റ ആൻസറേ ഉള്ളൂ. 50% കുറവ് എത്ര മാത്രമേ ഉള്ളൂ? 48 മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു കത്തുവാണെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്യാം. ഇനി 50ന്റെ താഴെ 48, 47, 46 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യേണ്ടി വരും? ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും ഓരോന്നായിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണ് നോക്കി. ഇത് കൊണ്ടോ, ഇത് ഒറ്റ സെന്റൻസിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടും എല്ലാത്തിനും. അത് അറിഞ്ഞ മാത്രം മതി. മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഈ ആൻസർ കിട്ടും. ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞേ. മലയാളത്തിന്റെ പെർസെന്റേജ് എത്ര ആണ്? മലയാളത്തിന്റെ വിജയ ശതമാനം? Yes. 80/125 100 ചെയ്താൽ മലയാളത്തിന്റെ വിജയ ശതമാനം കിട്ടും. 80/125 × 100 ചെയ്യാം. ചെയ്യുമ്പോ എന്താന്ന് വെച്ചാൽ ചെറുതാക്കി ചെയ്താന്ന് അറിയണേ. 100 25 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. 5 പ്രാവശ്യം. 90 18 പ്രാവശ്യം. 18 × 4. 90 അല്ലേ ഇത്? 80 90 ഉള്ളത്? 80 അല്ലേ മലയാളം? 80. സോറി, ഞാൻ 90 എഴുതിയിട്ടുണ്ടായിരുന്നു. 80 ആണ്. അപ്പൊ 80ൽ 5 എത്ര പ്രാവശ്യം പോകും നോക്കാം. 8ൽ 1 പ്രാവശ്യം, 30ൽ 6 പ്രാവശ്യം, 16. അപ്പൊ 16 × 4 ചെയ്താൽ മതി. അപ്പൊ 32ന്റെ ഇരട്ടി 64. യെസ്. അപ്പൊ 64% വിജയം എന്തിനുണ്ട്? മലയാളത്തിനുണ്ട് ആ സ്കൂളിൽ. ഓക്കെ ആണേ. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് പെർസെന്റേജ് ഒരു ക്ലാസ് കൂടി ഉണ്ടാവും കേട്ടോ. പെർസെന്റേജ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇരിക്കാനുണ്ട്. പെർസെന്റേജ് കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടും തരും ഇതുപോലത്തെ. നിങ്ങളൊന്ന് ചെയ്തിട്ട് വരണം. മിക്കവാറും നാളെ മറ്റന്നാൾ പെർസെന്റേജിന്റെ ഒരു ക്ലാസ് കൂടി ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ടൊന്ന് സെറ്റ് ആവണം. കാരണം പ്രീവിയസ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് പെർസെന്റേജിന്റെ ചോദിച്ചത്. നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ പെർസെന്റേജ് നല്ലോണം പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലോസ് എന്നുള്ള പഠിക്കാൻ പറ്റും. കാരണം അതിൽ പെർസെന്റേജ് തന്നെയാണ് വരിക. അപ്പൊ അതും കൂടി അറിയണമെങ്കിൽ ഇത് നന്നായിട്ട് പഠിക്കണം. നോക്കി, ഇന്നെടുത്തില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേ. ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടുതരാം. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞുതരാം. നാളത്തെ ക്ലാസ്സോടെ നമുക്ക് ഏകദേശം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് നോക്കാം. നാളെയാണോ മറ്റന്നാളോ അറിയില്ല, ചെയ്യും. ഫുൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അല്ല, ഇന്നലത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ എങ്ങനെ കിട്ടുക? കുറച്ച് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇട്ടില്ലേ? ഇന്നലെ ഗ്രൂപ്പിലിട്ട ക്വസ്റ്റ്യൻ എന്ന് പറയാം വലിയ PDF ഇട്ടതാ, ഇന്നിട്ടതാ. അതിന്റെ ആൻസർ കിട്ടുക വെച്ചാൽ കുറെ കൊല്ലത്തെ എന്തുണ്ട് ക്വസ്റ്റ്യൻസിന്റെ കമ്പൈലേഷനാണ്. നിങ്ങൾ ഒന്നെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതെങ്ങനെയാ ചെയ്യാം എന്നുള്ളതൊക്കെ ഗ്രൂപ്പിൽ ഇട്ടാല് കുറച്ചുപേരൊക്കെ പറഞ്ഞു തരും. അറിയില്ലെങ്കിൽ ഞാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റും. അതിന്റെ ആൻസർ ഒന്നും ഒരിക്കലും എവിടെയാ സോൾവ് ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്നില്ല. കിട്ടാത്തത് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഓരോന്നായിട്ട് ഡിസ്കഷൻ ഇട്ടാൽ മതി. നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ തന്നെയാണ് അത് പഠിക്കുക. ഓക്കെ, എടുത്ത ടോപ്പിക്കിന്റെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചിലതൊക്കെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അന്ന് നോക്കണ്ട. അങ്ങനെ ചെയ്ത് പഠിക്കാൻ തന്നെയാണ്. ഇതുണ്ടോ ലാഭശതമാനം? ഇത് ലാഭം നഷ്ടം എന്നുള്ള ടോപ്പിക്കിൽ ഒക്കെ വരുന്ന ശതമാന കണക്ക് തന്നെയാണ് വരിക. അപ്പൊ ഇതൊന്ന് വൃത്തിക്ക് നമുക്ക് പഠിക്കേണ്ടതാണ്.
ഓക്കെ, ഞാൻ ഈ PDF കൂടി എന്താ ചെയ്യാ ഒന്ന് ഇട്ട് തരാം. നമ്മൾ ഇന്ന് പഠിച്ച നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ മോഡൽ എടുത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് ഓപ്ഷൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഇതിലുള്ള എല്ലാം ഒന്നും എടുത്ത് ചെയ്ത് നോക്കണ്ട, എല്ലാം ചെയ്ത് നോക്കണ്ട. എല്ലാം ചെയ്തൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് പഠിച്ച മോഡൽ എന്ത് ചെയ്യാ നിങ്ങളൊന്ന് എടുത്ത് നോക്കാം. ഇത് കണ്ടോ, ഒരു മത്സര പരീക്ഷയിൽ 400 ആളുകളിൽ 300 പേർ ജയിച്ചാൽ വിജയ ശതമാനം എത്ര? നമ്മളിപ്പം ചോദിച്ച അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയത്. ഇതെങ്ങനെയാണോ? അപ്പൊ 400 മൈനസ് 300 ബൈ അങ്ങനെ അല്ല, 400 ആളുകളുണ്ട്, 300 പേര് ജയിച്ചു. അപ്പൊ 300 എന്നുള്ളത് 400 ഇൻറ്റു 100. 300 ഡിവൈഡ് ബൈ 400 ഇൻറ്റു 100. അതായത് ഏത് വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നത്, നമ്മൾ 400 ആളുകളെ വെച്ചിട്ടല്ലേ ശതമാനം കണ്ടുപിടിക്കുന്നത്, കമ്പയർ ചെയ്യുന്നത്. അത് അടിയിൽ വരണം. അതായത് 300 400 എത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് താഴോട്ട് വരണം 400 എന്നുള്ളത്. ഓക്കെ, അപ്പൊ 100 400 4 പ്രാവശ്യം പോകും. അപ്പൊ 300 ഡിവൈഡ് ബൈ 4 എന്ന് വരും. 300 ഡിവൈഡ് ബൈ 4 ചെയ്ത് എത്ര ഉണ്ടാവും? 150 ഡിവൈഡ് ബൈ 2 ആണ്. എന്ന് വെച്ചാൽ എത്ര? 75%. അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ 400 75% കണ്ടുപിടിച്ച് നോക്കും, 300 കിട്ടും. അതോ അങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്ത് 400 എടുക്കുക, 75% കണ്ടു നോക്കാം, 50% കണ്ടു നോക്കാം, 53% കണ്ടു നോക്കാം, 70% കണ്ടു നോക്കാം. ഏതാണോ 300 കിട്ടുന്നത് നോക്കുക നിങ്ങൾ. ഓക്കെ, ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതുപോലത്തെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. കിട്ടാത്ത നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടുതരാം. ചിലത് ഞാൻ എല്ലാ തന്നെ ഫോട്ടോ എടുത്തിട്ട് തരാം. എന്താ നിർബന്ധം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ സെഷൻ നിർത്തുവാണ്. നിങ്ങൾക്ക് ഒരു 9 മണിക്ക് ക്ലാസ് ഉണ്ടാ. ഇന്നത്തിൽ നിന്നും ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക്? ഓക്കെ, അപ്പം എന്താണ് ഈ സെഷൻ നിർത്താൻ. നിങ്ങൾ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് നാളെ ഒരു ക്ലാസ് കൂടി എന്ത് ചെയ്യും, പെർസെൻറ്റേജ് ഒന്നുകൂടെ ഒന്ന് റെഡി ആവും. നാളത്തോടെ നമുക്ക് ഡൗട്ടൊക്കെ കൊണ്ടുവരാം കേട്ടോ. ഒരു ക്ലാസ്സോടെ ഡിസ്കസ് ചെയ്യാം. ഇന്നലത്തെ ഒരു ഡൗട്ട് ചോദിക്കാൻ സമയമുണ്ടോ സാറേ? ചോദിച്ചോ. അല്ല, ഒരു ക്വസ്റ്റ്യൻ കണ്ട, ഒരു മോട്ടോർ സൈക്കിൾ 20 മീറ്റർ സഞ്ചരിക്കുന്ന സമയം കൊണ്ട് ഒരു സൈക്കിൾ 14 മീറ്റർ സഞ്ചരിക്കുമെങ്കിൽ മോട്ടോർ സൈക്കിൾ 1.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴേക്കും സൈക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? അത് അതുപോലത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്പീഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചിലതൊന്നും നമുക്ക് ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. നമുക്കത് കമ്പയർ ചെയ്തിട്ടൊക്കെ എഴുതാം. ഇത് ഓരോന്നും ഓരോ എന്താണ് ഇത് ഒന്ന് സൈക്കിളും മോട്ടോർ സൈക്കിളും വെച്ച് കമ്പയർ ചെയ്യുന്നല്ല. ഓരോ ടൈം കഴിയുമ്പോൾ എത്ര മീറ്റർ പോയി എന്നുള്ളത് ജസ്റ്റ് ലോജിക്കലി കമ്പയർ ചെയ്താൽ തന്നെ ആൻസറിലേക്ക് എത്തും മിക്കവാറും ഇങ്ങനത്തെ കേസിലൊക്കെ. ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന കേസിൽ. ഓക്കെ, അത് നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ ഇടുന്നാലേ നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ പറഞ്ഞുതരാം എന്നിട്ട്. അപ്പൊ എല്ലാരും ഡൗട്ട് ഉള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലൊക്കെ ഇട്ട് നമുക്ക് അങ്ങോട്ടും ഡിസ്കസ് ചെയ്താൽ തന്നെ ഒരു നമ്പേഴ്സ് ആയിട്ട് ഒരു നല്ലൊരു ബന്ധം വരും. നിങ്ങൾ അങ്ങനെ എണ്ണൽ സംഖ്യകളുടെ നിങ്ങൾ പിന്നെ എടുക്കുവോ? എണ്ണൽ സംഖ്യകള് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. അത് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്രേണി വരുന്നുണ്ട്. അത് ടോപ്പിക് ഉണ്ട് വരുന്നേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ സ്റ്റോപ്പ് ചെയ്യണേ. ഗുഡ് നൈറ്റ്. Thank you, sir.